ദൈവവിശ്വാസത്തിലേക്ക് തീക്ഷ്ണതയിലേക്ക് വന്നവരെയും എനിക്ക് അറിയാം. എന്നാൽ കർത്താവിൽ പ്രിയരെ, എപ്രകാരമാണ് നാം ആരാധനയെ, നമ്മുടെ സഭയെ വീക്ഷിക്കുന്നത്? സഭയുമായിട്ടുള്ള ബന്ധം എപ്രകാരമാണ്? ദൈവത്തിന്റെ കൽപ്പനയുണ്ട്. 10 കൽപ്പനയിൽ തന്നെ 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലൊക്കെയും ചെയ്യുക, സബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. അത് ചിട്ടയായി ക്രമമായി നാം എല്ലാവരും ചെയ്യുന്നവരും നിർവഹിക്കുന്നവരുമാണ്. അതിൽ സന്തോഷമുണ്ട്. എന്നാൽ സഭയുമായിട്ടുള്ള ബന്ധം എപ്രകാരം എന്ന് നാം ചിന്തിക്കണം. സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനായിട്ട് കഴിയുന്നുവോ? രക്ഷയുടെ സുവാർത്ത നമുക്ക് ശ്രവിപ്പാനായിട്ട് കഴിയുന്നുവോ? നമുക്ക് വേണ്ടി കാൽവരി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുവോ? യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആരാധന നിമിഷങ്ങളാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയായാലും ഒരു ആരാധനയുടെ പ്രാരംഭം മുതൽ ആശീർവാദം വരെ ആയാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ദൈവം നമ്മെ സന്ദർശിക്കാതെ വിടുകയില്ല. അത് മധ്യസ്ഥ പ്രാർത്ഥനയിൽ മാത്രമല്ല, അതിൻ്റെ പ്രാരംഭ വാക്യം തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ സ്പർശിക്കും. ആശീർവാദം വരെയുള്ള സമയം നാം ശാന്തമായി ദേവാലയത്തിലിരിക്കുമ്പോൾ, അതുകൊണ്ട് ആരാധന അതിൻ്റെ നന്മ നാം അനുഭവിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കണം.